ഗുഡ് മോർണിംഗ് ഓൾ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഫസ്റ്റ്ലി ഞാൻ എൻ്റെ ടോപ്പിക് അല്ല പറയുന്നത്. ഞാൻ ആദ്യം ഒരു വാം വെൽക്കം ആണ് കൊടുക്കുന്നത്. അതായത് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സും അതുപോലെ തന്നെ ഫ്യൂച്ചറിൽ ഇനി വരാനിരിക്കുന്ന ഇൻവെസ്റ്റേഴ്സിനും ഒരു ഹാർട്ടി ആൻഡ് വാം വെൽക്കം ടു ദിസ് വീഡിയോ. ബിക്കോസ് ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി സ്പെഷ്യലി മെയ്ഡ് ആണ്. കാരണം ഇതിനകത്ത് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന ടോപ്പിക് അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. കുറെ സ്പെക്കുലേഷൻസും കുറെ അനാവശ്യമായിട്ടുള്ള മിത്തുകളും നിറഞ്ഞു നിൽക്കുന്ന ഒരു ടോപ്പിക്കാണ്. അതായത് ന്യൂ ഫണ്ട് ഓഫർ. എല്ലാ ഇൻവെസ്റ്റേഴ്സും കേട്ടിട്ടുള്ള, അല്ലെങ്കിൽ ഒരു ജനറൽ പബ്ലിക്കിലുള്ള മിക്ക ആൾക്കാർക്കും കേട്ടിട്ടുള്ള ഒരു, എന്താണെന്ന് അറിയില്ലെങ്കിലും കേട്ടിട്ടുള്ള ഒരു ടേം ആയിരിക്കാം ഈ ന്യൂ ഫണ്ട് ഓഫർ എന്ന് പറയുന്നത് NFO. ഷോർട്ടായിട്ട് പറയുമ്പോഴായിരിക്കും കൂടുതൽ ആൾക്കാർക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്നത് NFO. എന്താണ് ഈ NFO? NFO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പേരിൽ പറയുന്ന പോലെ തന്നെ പുതിയതായിട്ട് ഒരു മ്യൂച്വൽ ഫണ്ട് കമ്പനി ഒരു മ്യൂച്വൽ ഫണ്ട് സ്കീമിനെ പുതിയതായിട്ട് മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ആ ഫണ്ടിനെ ടേം ചെയ്യുന്ന ടേം ആണ് ഈ പറയുന്ന ന്യൂ ഫണ്ട് ഓഫർ, NFO. ഇത് നോർമലി ചെയ്യുന്ന എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ട് കമ്പനീസും പുതിയ പുതിയ സ്കീംസിനെ ഇറക്കാറുണ്ട്. അല്ലെങ്കിൽ പുതിയതായിട്ട് മാർക്കറ്റിലോട്ട് വന്നിരിക്കുന്ന പുതിയ മ്യൂച്വൽ ഫണ്ട് കമ്പനീസും മാർക്കറ്റിൽ കോമ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യുന്നു, അവരുടെ ഫണ്ട്സ് പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. സേ ഫോർ എക്സാമ്പിൾ ഒരു XYZ എന്ന് പറയുന്ന ഒരു കമ്പനി. ആ കമ്പനി ലാർജ് ക്യാപ് കാറ്റഗറിയിൽ അവർ പുതിയൊരു കമ്പനിയാണ്. സോ അവർ ലാർജ് ക്യാപ് കാറ്റഗറിയിൽ അവരുടെ ഒരു സ്കീമിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട്. അത് കഴിഞ്ഞ് അവരൊരു ഡേറ്റ് ഫിക്സ് ചെയ്യുന്നു, അവർ NFO ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഈ NFOയുടെ ഏറ്റവും ഹൈലൈറ്റഡ് ആയിട്ടുള്ള കാര്യം, അതായത് ഒരു NFO ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് കൂടുതലും പറയപ്പെടുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ NFOസിന്റെ NAV പ്രൈസ്, അതായത് അവർ ഓഫർ ചെയ്യുന്ന പ്രൈസ് എന്ന് പറയുന്നത് 10 റുപ്പീസ് NAV ആണ്. അതായത് ഒരു യൂണിറ്റിന് 10 റുപ്പീസ് പ്രൈസിലാണ് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. നോർമലി എല്ലാ മ്യൂച്വൽ ഫണ്ട് കമ്പനീസിന്റെയും ടീംസ് NAV 10 റുപ്പീസ് തന്നെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ആ ഒരു രീതിയിൽ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് മാർക്കറ്റിൽ ഓഫർ ചെയ്ത് കഴിയുമ്പോൾ ഒരു ഇൻവെസ്റ്റർ 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇരിക്കുന്ന ഒരു ഇൻവെസ്റ്റർ ആണെങ്കിൽ ഈ സെയിം XYZ കമ്പനി ലാർജ് ക്യാപ് എന്ന് പറയുന്ന ഒരു സ്കീമിനെ മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ ലാർജ് ക്യാപ് എന്ന് പറയുന്ന കാറ്റഗറി പുതിയൊരു കാറ്റഗറി ഒന്നുമല്ല, വർഷങ്ങളായിട്ട് മാർക്കറ്റിലുള്ളത് തന്നെയാണ്. സോ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി പല മ്യൂച്വൽ ഫണ്ട് കമ്പനീസിനും ഓൾറെഡി ഈ സെയിം കാറ്റഗറിയിലുള്ള മ്യൂച്വൽ ഫണ്ട് മാർക്കറ്റിൽ റണ്ണിങ് ആണ്, സക്സസ്ഫുള്ളി റണ്ണിങ് ആണ്. വേറെ ഏതെങ്കിലും ഒരു കമ്പനി, PQR എന്ന് പറയുന്ന ഒരു കമ്പനി, ആ കമ്പനിക്കും ലാർജ് ക്യാപ് കാറ്റഗറിയിൽ ഫണ്ട് ഉണ്ട്. ആ ഫണ്ടിന്റെ NAV ഒരു 10-15 വർഷം ആയ ഫണ്ടാണ്. സോ അതുകൊണ്ട് തന്നെ അതിന്റെ NAV ഇപ്പൊ എന്തായിരിക്കും, ഒരു 100, 200, 300, 500 ഒക്കെ ആയിരിക്കും. ഓക്കെ, ലെറ്റ്സ് അസ്യൂം അതിന്റെ ഒരു NAV 100 റുപ്പീസ് ആണെന്ന് ഇരിക്കട്ടെ. അപ്പോൾ 1 ലക്ഷം രൂപ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന ഞാനൊരു ഇൻവെസ്റ്റർ ആയിട്ടിരിക്കുമ്പോൾ ഒരു സൈഡിൽ ഓൾറെഡി വിന്റേജ് ആയിട്ടുള്ള ഒരു ലാർജ് ക്യാപ് കാറ്റഗറി ഫണ്ട് ഉണ്ട്, അതിന്റെ NAV 100 റുപ്പീസ് ആണ്. മറുവശത്ത് ഒരു NFO പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, അതിന്റെ NAV 10 റുപ്പീസ് ആണ്. എനിക്ക് ഇവിടെ ഒരു യൂണിറ്റ് അക്യുമുലേഷൻ എന്നുള്ള ഒരു കാര്യം മൈൻഡിൽ കിടക്കുമ്പോൾ ഏറ്റവും കൂടുതൽ യൂണിറ്റ്സ് എവിടെ നിന്ന് കിട്ടും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി NAV 10 റുപ്പീസ് ഉള്ള പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന സ്കീമിനായിരിക്കും കൂടുതൽ യൂണിറ്റ്സ് എനിക്ക് അക്യുമുലേറ്റ് ചെയ്യാൻ പറ്റുന്നത്. കാരണം എന്താണ്, അതിന്റെ NAV എന്ന് പറയുന്നത് 10 റുപ്പീസേ ഉള്ളൂ. അപ്പൊ ഞാനൊരു 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എത്ര യൂണിറ്റ്സ് കിട്ടും? ടോട്ടൽ 10,000 യൂണിറ്റ്സ് കിട്ടും. അതേസമയം ഞാൻ ഓൾറെഡി വിന്റേജ് ഉള്ള ഈ സ്കീമിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ 100 രൂപയുടെ NAV ആണ്, എനിക്ക് ആകെ കിട്ടാൻ പോകുന്നത് 1000 യൂണിറ്റ്സ് ആണ്. അപ്പൊ 1000 യൂണിറ്റ്സ് ആണോ 10,000 യൂണിറ്റ്സ് ആണോ വലുതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 10,000 യൂണിറ്റ്സ് ആണോ വലുത്. അപ്പൊ പറയപ്പെടുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇതിനകത്ത് മിത്ത് എന്ന് ഉദ്ദേശിക്കുന്ന ഒരു കാര്യം, പല ഇൻവെസ്റ്റേഴ്സും ഞാൻ മ്യൂച്വൽ ഫണ്ട് കമ്പനീസിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എന്റെ അടുത്ത് ചോദിച്ചിട്ടുള്ളതും, ഞാൻ വെൽത്ത് മാനേജറായിട്ട് വർക്ക് ചെയ്ത സമയത്ത് എന്റെ അടുത്ത് പല ഇൻവെസ്റ്റേഴ്സും ചോദിച്ചിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അരുൺ നമുക്ക് NAV കുറവുള്ള ഇൻവെസ്റ്റ്മെന്റിലോട്ട് ചെയ്താൽ പോരെ, അപ്പോൾ എനിക്ക് കൂടുതൽ യൂണിറ്റ്സ് അക്യുമുലേറ്റ് ചെയ്യില്ലേ? കൂടുതൽ യൂണിറ്റ്സ് അക്യുമുലേറ്റ് ചെയ്യുമ്പോഴത്തേനും എന്റെ ഗ്രോത്ത് നോർമലി ഒരു ഓൾറെഡി വിന്റേജ് ഉള്ള 100 റുപ്പീസോ 200 റുപ്പീസിലോ ഒക്കെ NAV ഇരിക്കുന്ന ഫണ്ടിന് പെർഫോം ചെയ്യുന്നതിനെക്കാട്ടിലും കൂടുതൽ ഔട്ട് പെർഫോമൻസ് ചെയ്യാൻ ചാൻസ് ഈ പറയുന്ന 10 റുപ്പീസ് NAV-യിൽ കൂടുതൽ യൂണിറ്റ്സ് തരുന്ന സ്കീംസ് അല്ലേ എന്നൊരു കാര്യം വളരെ ഓഫൻ ആയിട്ട് ഞാൻ കേൾക്കുന്ന ഒരു ചോദ്യമാണ്. ആ ചോദ്യത്തിന്റെ ഉത്തരം പല സമയത്തും ഞാൻ പല ക്ലയൻസിന്റെ അടുത്തും ഒരേ ഉത്തരവുള്ളൂ, അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ പറയുമ്പോൾ അവർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ മടിയുള്ള കാര്യവും, ചില ആൾക്കാർ നമ്മുടെ അടുത്ത് ഇങ്ങോട്ട് ഡിബേറ്റ് ചെയ്യാൻ വരുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഇതിനകത്തുള്ള കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് പറയുമ്പോൾ അവർക്കത് മനസ്സിലാവും. പുതിയ സ്കീം മാർക്കറ്റിലോട്ട് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, പുതിയ സ്കീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാറ്റഗറി സെയിം തന്നെയാണ്, ഓൾറെഡി ഉള്ള കാറ്റഗറി തന്നെയാണ്. അവരുടെ മ്യൂച്വൽ ഫണ്ട് കമ്പനി പുതിയതായിട്ട് ലാർജ് ക്യാപ് എന്ന് പറയുന്ന ഒരു ഫണ്ട് ഇറക്കുന്നു. ഈ ലാർജ് ക്യാപ് എന്ന് പറയുന്ന ഫണ്ട് ഓൾറെഡി മാർക്കറ്റിൽ വേറെ പല മ്യൂച്വൽ ഫണ്ട് കമ്പനീസിനും ഓൾറെഡി ഉണ്ട്, വിച്ച് ഇസ് റണ്ണിങ് സക്സസ്ഫുള്ളി ഫോർ ഇയേഴ്സ്. 20 ഇയേഴ്സ് 25 ഇയേഴ്സ് 30 ഇയേഴ്സിന്റെ വിന്റേജ് ഉള്ള ഫണ്ട്സും ഈ ലാർജ് ക്യാപ് കാറ്റഗറിയിൽ ഉണ്ട്. ഈ ലാർജ് ക്യാപ് എന്ന് പറയുന്നത്
ഈ നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിലെ ഒരു കാറ്റഗറി മാത്രമാണ്. അതായത് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ മ്യൂച്വൽ ഫണ്ട് കമ്പനീസ് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ വേണ്ടി ചൂസ് ചെയ്യുന്ന സ്റ്റോക്സ് NSE അല്ലെങ്കിൽ BSE ആണ്. അപ്പൊ ഇതിനകത്ത് ടോപ്പ് 500 കമ്പനീസ് ആണ് നമുക്ക് ടോട്ടലായിട്ട് ഉള്ളത് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാനായിട്ട് മ്യൂച്വൽ ഫണ്ട് കമ്പനീസ് എടുക്കുന്നത്. ഈ ടോപ്പ് 500-നകത്ത് ടോപ്പ് 100 കമ്പനീസ് ഉണ്ട്. ഫസ്റ്റ് കമ്പനി മുതൽ 100th കമ്പനി വരെ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത് ലാർജ് ക്യാപ് കമ്പനീസ് എന്നാണ്. ഈ പറയുന്ന ഓൾറെഡി വിന്റേജ് ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ട് സ്കീം ഉള്ള ആ കമ്പനിയും സ്റ്റോക്സ് സെലക്ട് ചെയ്യുന്ന ഈ 100 കമ്പനീസിൽ നിന്ന് തന്നെയാണ് ഈ പുതിയതായിട്ട് വന്നിരിക്കുന്ന സ്കീമും സെലക്ട് ചെയ്ത് ലാർജ് ക്യാപ് സ്റ്റോക്സ് സെലക്ട് ചെയ്യുന്ന ഈ സെയിം ബക്കറ്റിൽ നിന്നാണ് ഈ 100 കമ്പനീസിൽ നിന്ന് തന്നെയാണ് ഇവരും ചൂസ് ചെയ്യുന്നത്. അപ്പൊ ഇതിനകത്ത് പുതിയൊരു കമ്പനിയാണ് അവർ പുതിയതായിട്ട് 10 രൂപയ്ക്ക് NAV-യിൽ ഇറക്കാൻ വരുന്നതാണ് എന്ന് പറഞ്ഞിട്ട് ഈ പറയുന്ന 100 കമ്പനീസിൽ ഒരു കമ്പനി പോലും അവരുടെ സ്റ്റോക്കിന്റെ വാല്യുവേഷൻ അത് മാർക്കറ്റ് പ്രൈസിൽ നിന്ന് 1 രൂപ പോലും കുറച്ച് കൊടുക്കത്തില്ല. ഇവരിത് മാർക്കറ്റിൽ നിന്ന് ഓട്ടോമാറ്റിക്കലി പർച്ചേസ് ചെയ്യുന്നതാണ്. അന്ന് ഇവർ പർച്ചേസ് ചെയ്യുന്ന ദിവസം ആ സ്റ്റോക്കിന്റെ പ്രൈസ് എത്രയാണോ ആ പ്രൈസിന് തന്നെയാണ് ഇവർ വാങ്ങിക്കുന്നത്. അതേ പ്രൈസിന് ഓൾറെഡി ഈ പറയുന്ന ഓൾറെഡി വിന്റേജ് ഉള്ള സ്കീമും ആ പ്രൈസിൽ തന്നെയാണ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആക്ച്വലി അവിടെ ഒരു അഡ്വാൻറ്റേജ് ആ രീതിയിൽ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്തൊരു അഡ്വാൻറ്റേജും ഇല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2 സ്കീംസിലും വരുന്നത് ഒരേ ബാസ്ക്കറ്റിൽ നിന്നുമുള്ള സ്റ്റോക്സ് തന്നെയാണ്. ഈ സ്റ്റോക്സിന്റെ എല്ലാത്തിന്റെയും പ്രൈസ് ഈ ഓൾറെഡി വിന്റേജ് ആയിട്ടുള്ള സ്കീമിൽ അവർ എത്രയാണോ ഈ ഒരു സ്റ്റോക്കിന്റെ പ്രൈസ് ഉള്ളത് അതേ പ്രൈസിൽ തന്നെയാണ് ഇവർ എൻട്രി ചെയ്യുന്നത്. സോ അതിനകത്ത് വേറെ വേരിയേഷൻസ് ഒന്നുമില്ല. ആകെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അവർ NAV ഇഷ്യൂ ചെയ്യുന്ന NAV 10 രൂപീസിലോട്ട് സ്കെയിൽ ഡൗൺ ചെയ്യുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ആ രീതിയിലാണ് ഈ പറയുന്ന NFOs ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ അവിടുത്തെ ഏറ്റവും വലിയ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 സ്കീംസിലും വരാൻ പോകുന്ന സ്റ്റോക്സ് എന്ന് പറയുന്നത് സിമിലർ സ്റ്റോക്സ് തന്നെയായിരിക്കും. അതൊന്ന് സെയിം കാറ്റഗറി ഓഫ് ഫണ്ട് ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് വലിയ വ്യത്യാസമൊന്നും ഇല്ല. കാരണം രണ്ടും സെയിം പക്കറ്റിൽ നിന്നാണ് സ്റ്റോക്സ് സെലക്ട് ചെയ്യുന്നത്. ഇതിന് ഒരു ഫ്രഷ് ആയിട്ടുള്ള അല്ലെങ്കിൽ യുണീക്ക് ആയിട്ടുള്ള ഒരു എന്താ പറയാ അഡ്വാൻറ്റേജ് ഇതിനകത്ത് കിട്ടുന്നില്ല എന്നുള്ള കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ്. 2 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ചേഞ്ചസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജിയിൽ ചേഞ്ച് ഉണ്ടാവും. അതായത് ഈ പറയുന്ന ഓൾറെഡി വിന്റേജ് ഉള്ള സ്കീം യൂസ് ചെയ്യുന്ന സ്ട്രാറ്റജി ഡിഫറെന്റ് സ്ട്രാറ്റജി ആയിരിക്കും. അതായത് സ്റ്റോക്ക് പിക്ക് ചെയ്യാനുള്ള സ്ട്രാറ്റജി ഡിഫറെന്റ് ആയിരിക്കും. നമുക്ക് 100 കമ്പനീസ് ഉണ്ടല്ലോ, ടോപ്പ് 100 കമ്പനീസിനെയാണ് നമ്മൾ ലാർജ് ക്യാപ് കമ്പനീസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ലാർജ് ക്യാപ് കമ്പനീസ് 100 കമ്പനീസ് ഉണ്ടെങ്കിൽ ഈ 100 കമ്പനീസിൽ നിന്ന് ഏതൊക്കെ സ്റ്റോക്സ് എത്ര പെർസെന്റേജ് വെച്ച് എടുക്കണം എന്നുള്ള സ്ട്രാറ്റജി കാര്യങ്ങൾ ഇത് മാത്രമായിരിക്കും ഡിഫറൻസ് വരാൻ ചാൻസ്. അപ്പോൾ നമ്മൾ ഒരു 2 ഫണ്ടിന്റെയും ഫാക്ട് ഷീറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് എത്ര ശതമാനമാണ് ഓരോ കമ്പനീസും ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നതെന്ന് നമുക്ക് അറിയാൻ പറ്റും. ഓബ്വിയസ്ലി NFO ആയിട്ട് ഇറങ്ങുന്ന ഒരു സ്കീമിന് ഫാക്ട് ഷീറ്റ് എന്തായാലും ആ സമയത്ത് കൊടുക്കാൻ പറ്റില്ല. ബിക്കോസ് അവർ സ്റ്റോക്സിനെയൊക്കെ ഡിസൈഡ് ചെയ്യുന്ന അവർ ഓവറോൾ NFOയിൽ കിട്ടുന്ന കളക്ഷൻസിന്റെ ഒക്കെ ബേസിസിലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഫാക്ട് ഷീറ്റ്സ് NFOസിന് ഒരിക്കലും നമുക്ക് മുൻകൂട്ടി കൊടുക്കാൻ പറ്റില്ല. മേ ബി ഒരു 3 months അല്ലെങ്കിൽ 6 months കഴിഞ്ഞതിന് ശേഷം, അതായത് ഫണ്ട് ഓപ്പൺ ആയതിനു ശേഷം ഒരു 3 to 6 months ശേഷം മാത്രമേ നമുക്ക് അവരുടെ പോർട്ട്ഫോളിയോ നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷെ ഇതിനകത്ത് വരാൻ ചാൻസ് ഉള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് സ്ട്രാറ്റജിക് ഡിഫറൻസ്, സ്റ്റോക്ക് സെലക്ഷന്റെ സ്ട്രാറ്റജിയിലെ ഡിഫറൻസും അതുപോലെ തന്നെ സ്റ്റോക്സിലുള്ള അലോക്കേഷൻ സ്ട്രാറ്റജിയിലെ ഡിഫറൻസും മാത്രമേ ഇതിനകത്ത് വരാൻ ചാൻസ് ഉള്ളൂ. മോർ ഓർ ലെസ് പോർട്ട്ഫോളിയോ രണ്ടും സിമിലർ തന്നെ ആയിരിക്കും. കാരണം നമ്മൾ എത്രയൊക്കെ സ്റ്റഡി ചെയ്ത് കഴിഞ്ഞാലും അതിനകത്ത് ബെസ്റ്റ് ഓഫ് ദ ബെസ്റ്റ് സ്റ്റോക്സിനെയാണ് എല്ലാ ഫണ്ട് മാനേജേഴ്സും ചൂസ് ചെയ്യുക. എല്ലാ ഫണ്ട് ഹൗസും ചൂസ് ചെയ്യുന്നത് ബെസ്റ്റ് ഓഫ് ദ ബെസ്റ്റ് എന്ന് തോന്നുന്ന സ്റ്റോക്സ് തന്നെ ആയിരിക്കും. അത് ഓൾമോസ്റ്റ് സിമിലർ തന്നെ ആയിരിക്കുള്ളൂ. അപ്പോൾ ഇതിനകത്ത് വരുന്ന ഡിഫറൻസ്, വരാൻ ചാൻസ് ഉള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ അവിടെ ഞാൻ ചാൻസ് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. കാരണം ഇതിനകത്ത് വരാൻ പോകുന്ന ഡിഫറൻസ് എന്ന് പറയുന്നത് വളരെ മൈന്യൂട്ട് പെർസെൻറ്റേജ് വൈസ് ആയിട്ടുള്ള അലോക്കേഷൻ ഡിഫറൻസും അതുപോലെ വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള സ്റ്റോക്ക് ഡിഫറൻസസ് മാത്രമായിരിക്കും. ഇപ്പോൾ ലാർജ് ക്യാപ് കാറ്റഗറിയിലുള്ള ഓൾറെഡി വിന്റേജ് ആയിട്ട് റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന 10-15 വർഷം കൊണ്ട് റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്കീമിന്റെ പോർട്ട്ഫോളിയോ എടുത്താലും ഇപ്പൊ റീസെന്റ് ഒരു 1 year മുമ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു ലാർജ് ക്യാപ് ഫണ്ടിന്റെ പോർട്ട്ഫോളിയോ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഈ 2 പോർട്ട്ഫോളിയോസും കൂടെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഇതിനകത്ത് മൊത്തം ഒരു 50 സ്റ്റോക്സ് ലിസ്റ്റഡ് ആണ്. രണ്ടിലും ഒരു 50 സ്റ്റോക്സ് ലിസ്റ്റഡ് ആണെന്ന് വിചാരിക്കുക. ഈ 50 സ്റ്റോക്സ് എന്ന് പറയുമ്പോൾ ഇതിനകത്ത് സ്റ്റോക്ക് ഓവർലാപ്പ്, അതായത് ഈ പറയുന്ന സ്കീമിന്റെ ലിസ്റ്റ് ഓഫ് സ്റ്റോക്സും എന്റെ റൈറ്റ് സൈഡിലുള്ള ലിസ്റ്റ് ഓഫ് സ്റ്റോക്സും, അതായത് റീസെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തതും നേരത്തെ തന്നെ മാർക്കറ്റിലുള്ളതും ആയിട്ടുള്ള 2 ഇൻവെസ്റ്റ്മെന്റ്സിന്റെയും സ്കീംസിന്റെയും പോർട്ട്ഫോളിയോ എടുത്ത് കമ്പയർ ചെയ്യുമ്പോൾ ഇതിനകത്ത് 2, 3, 4 അല്ലെങ്കിൽ മാക്സിമം ഒരു 5 സ്റ്റോക്സിന്റെ ഒക്കെ ഡിഫറൻസ് ഉണ്ടാകത്തുള്ളൂ. അതായത്
ഈ പറയുന്ന ഓൾറെഡി 10-15 വർഷം കൊണ്ട് റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്കീമിനകത്ത് ഇല്ലാത്തതായിട്ടുള്ള ഒരു 4-5 സ്റ്റോക്സ് മാത്രമേ പുതിയതിനകത്ത് ഉണ്ടാവുള്ളൂ. ഈ പറയുന്ന പുതിയ ഇൻവെസ്റ്റ്മെന്റിനകത്ത് ഇല്ലാത്തതായിട്ടുള്ള ഒരു 4-5 സ്റ്റോക്സ് മാത്രമേ ഇതിനകത്തും ഉണ്ടാവുള്ളൂ. ഇത് മാക്സിമം ഡിഫറൻസ് ആണ്. സോ ആ ഒരു ചേഞ്ചസേ ഉണ്ടാവൂ. പിന്നെ രണ്ടാമത്തെ കാര്യം അലോക്കേഷൻ. ഇപ്പൊ നമുക്ക് ഞാൻ പേരെടുത്ത് പറയുന്നില്ല, പല ടോപ്പ് നോച്ച് ആയിട്ടുള്ള ലാർജ് ക്യാപ് കമ്പനീസ് ഉണ്ടാവും. ആ കമ്പനീസ് രണ്ട് സ്ഥലത്തും സെയിം ആയിട്ട് തന്നെ ഉണ്ടായിരിക്കും. അതിനകത്ത് ചിലപ്പോൾ മൈന്യൂട്ട് ആയിട്ടുള്ള അലോക്കേഷൻ ഡിഫറൻസസ് മാത്രമേ ഉണ്ടാവാൻ ചാൻസ് ഉള്ളൂ. സോ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഒരിക്കലും ഏതിലാണ് അഡ്വാൻറ്റേജ് എന്ന് പറയാൻ പറ്റില്ല. പുതിയതായിട്ടുള്ള ഇറങ്ങിയ സ്കീമിലാണോ അതോ ഓൾറെഡി വിന്റേജ് ആയിട്ട് ഇരിക്കുന്ന സ്കീമിലാണോ അഡ്വാൻറ്റേജ് കൂടുതൽ എന്നുള്ളത് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ബിക്കോസ് ഏത് വേണമെങ്കിലും പെർഫോം ചെയ്യാം. മാർക്കറ്റിന്റെ പെർഫോമൻസ് നമുക്ക് ഒരിക്കലും ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. സ്റ്റോക്സിന്റെ പെർഫോമൻസ് നമുക്ക് ഒരിക്കലും ജഡ്ജ് ചെയ്യാൻ പറ്റത്തില്ല. ഇറ്റ് ഓൾ കംസ് ഡൗൺ ടു ദ കൺവിക്ഷൻ ഓഫ് ദ ഫണ്ട് മാനേജർ ആൻഡ് ദ ഫണ്ട് ഹൗസ്. ഫണ്ട് ഹൗസിന്റെയും ഫണ്ട് മാനേജറിന്റെ കൺവിക്ഷൻ അനുസരിച്ചിട്ട് അവർ സ്റ്റോക്സ് അലോക്കേഷൻ സ്ട്രാറ്റജിയിലും അവർ സ്റ്റോക്ക് പിക്കിംഗ് സ്ട്രാറ്റജിയിലും വളരെ വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ചേഞ്ചസ് ഉണ്ടാവുള്ളൂ. ഇതിൽ ഏത് പെർഫോം ചെയ്യുന്നു ഒരിക്കലും പറയാൻ പറ്റില്ല. യൂണിറ്റ്സ് കൂടുതൽ കിട്ടിയത് കൊണ്ട് ഈ പറയുന്ന പുതിയ സ്കീമിന്റെ ഗ്രോത്ത് ആണ് കൂടുതൽ എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം രണ്ടുപേരും അവരുടെ പോർട്ട്ഫോളിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന സ്റ്റോക്സ് എന്ന് പറയുന്നത് സെയിം സ്റ്റോക്സ് തന്നെയാണ്, സെയിം സ്റ്റോക്ക് പ്രൈസ് തന്നെയാണ്. അപ്പോൾ എന്തിനാണ് ഈ NFO? അങ്ങനെയെങ്കിൽ ഒരു അഡ്വാൻറ്റേജ് ഇല്ലെന്നുണ്ടെങ്കിൽ എന്തിനാണ് ഈ NFOs നമ്മൾ മാർക്കറ്റിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നുള്ളൊരു മേജർ ക്വസ്റ്റ്യൻ ഉണ്ട്. അതിന്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് അവരുടെ അല്ലെങ്കിൽ ഒരു ഫണ്ട് ഹൗസിന്റെ പ്രസൻസ് മാർക്കറ്റിൽ കാണിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആയിട്ട് വേണമെങ്കിൽ അവർ യൂസ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ഒരു ഫണ്ട് ഹൗസ് അവർ ഈ ലാർജ് ക്യാപ്പ് എന്ന് പറയുന്ന ഒരു ഫണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം, മാർക്കറ്റിലുള്ള ബാക്കി എല്ലാ മ്യൂച്വൽ ഫണ്ട് കമ്പനീസിനും ലാർജ് ക്യാപ്പ് എന്ന് പറയുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻ അവരുടെ കിറ്റിയിലുണ്ട്. അതേസമയം പുതിയതായിട്ട് വന്നിരിക്കുന്ന ഈ മ്യൂച്വൽ ഫണ്ട് ഹൗസിന് ലാർജ് ക്യാപ്പ് എന്ന് പറയുന്ന ആ ഒരു സ്കീം ഇല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് അതൊരു ഷോർട്ട് കമ്മിങ് ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻവെസ്റ്റേഴ്സ് വന്നിട്ട് നിങ്ങൾക്ക് ലാർജ് ക്യാപ്പിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സ്കീം ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ അത് അവർക്കൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. സോ അങ്ങനെ ഒരു ഡിസഡ്വാൻറ്റേജ് ഫേസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടും അവർ മാക്സിമം നോർമലി മാർക്കറ്റിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ കാറ്റഗറി ഓഫ് ഇൻവെസ്റ്റ്മെന്റിലോട്ടും അവർ പുതിയ ന്യൂ ഫണ്ട് ഓഫേഴ്സുമായിട്ട് വരാൻ വളരെയധികം ചാൻസ് ഉണ്ട്. അവരെ വരികയും ചെയ്യും. ഈ രണ്ട് റീസൺസ് ഉണ്ട്. ഇതിന് കൂടാതെ വരുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ AUM ബൂസ്റ്റ് ചെയ്യണം. അവരുടെ ഒരു മ്യൂച്വൽ ഫണ്ട് കമ്പനീന്റെ ഓവറോൾ AUM ബൂസ്റ്റ് ചെയ്യാൻ. ഇപ്പോൾ മാർക്കറ്റ് കുറച്ച് ഡള്ളായിരിക്കുന്ന സിറ്റുവേഷനിലാണ്. അപ്പോൾ നമ്മളെല്ലാവരും പറയും എൻട്രി ചെയ്യുക, മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറയും. അതേ സെയിം സ്ട്രാറ്റജിയാണ് അവർ യൂസ് ചെയ്യുന്നത്. മാർക്കറ്റിൽ എന്തെങ്കിലുമൊക്കെ ഓപ്പർച്യൂണിറ്റീസ് കാണുമ്പോൾ ആ ഓപ്പർച്യൂണിറ്റിനെ സീസ് ചെയ്യാൻ വേണ്ടിയിട്ട് പുതിയ മ്യൂച്വൽ ഫണ്ട് സ്കീംസും ആയിട്ട് അവർ ഇറങ്ങും. അവർ ഇറങ്ങുന്ന സമയത്ത് എന്ത് പറ്റും, NFOs എന്നുള്ള രീതിയിൽ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ പറയുന്ന പോലെ കുറെ മിത്തുകളും കാര്യങ്ങളൊക്കെ ഇതിനെ ചുറ്റിപ്പറ്റി ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് നോർമലി ഒരു പുതിയ ഫണ്ട് ഇറക്കാതെ നിൽക്കുന്ന ഒരു മാസമാണെങ്കിൽ ഒരു നോർമലി മാർക്കറ്റിൽ നടക്കുന്ന ഒരു ബിസിനസ് തന്നെയായിരിക്കും ആ ഒരു മ്യൂച്വൽ ഫണ്ട് ഹൗസിൽ നടക്കുന്നത്. അതേസമയം അവർ NFO എന്നുള്ള രീതിയിൽ അവർ വന്ന് ഭയങ്കരമായിട്ട് അഡ്വർടൈസ് ചെയ്ത്, ഭയങ്കരമായിട്ട് പുഷ് ചെയ്ത്, ഭയങ്കരമായിട്ട് സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് യൂസ് ചെയ്ത് അവർ മാക്സിമം ഇൻവെസ്റ്റേഴ്സിന്റെ അടുത്തും മാക്സിമം ഡിസ്ട്രിബ്യൂട്ടേഴ്സിന്റെ അടുത്തും റീച്ച് ഔട്ട് ചെയ്യുന്ന സമയത്ത് അവർക്ക് അവരുടെ ബിസിനസ്സിനെ കുറച്ചും കൂടെ സ്കെയിൽ അപ്പ് ചെയ്യാൻ പറ്റും. ഓവറോൾ അവരുടെ അസറ്റ്സ് അണ്ടർ മാനേജ്മെന്റ് എന്ന് പറയുന്നത് അത് കൂടും. സോ ഇങ്ങനെയുള്ള ഒരു 2-3 കാരണങ്ങൾ കൊണ്ടാണ് പുതിയ ന്യൂ ഫണ്ട് ഓഫേഴ്സുമായിട്ട് മ്യൂച്വൽ ഫണ്ട് കമ്പനീസ് വരുന്നത്. സ്വബോധത്തോടെ ചിന്തിച്ച് കഴിയുമ്പോഴത്തേനും നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എങ്ങനെ പോയി കഴിഞ്ഞാലും മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള 500 കമ്പനീസിൽ തന്നെയല്ലേ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അത് പുതിയതായാലും പഴയതായാലും ഈ പറയുന്ന 500 കമ്പനീസിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതും ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്ന സമയത്ത് ആ സ്റ്റോക്സിന്റെ അവർ സെലക്ട് ചെയ്യുന്ന സ്റ്റോക്സിന്റെ ഒക്കെ മാർക്കറ്റ് പ്രൈസ് എത്രയാണോ ആ പ്രൈസിന് തന്നെയല്ലേ പർച്ചേസ് ചെയ്യാൻ പറ്റുള്ളൂ. ആ പ്രൈസിന്റെ ബേസിസിൽ തന്നെയല്ലേ ഓൾറെഡി റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന മ്യൂച്വൽ ഫണ്ട് കമ്പനീസിന്റെയും വാല്യൂഷൻസ് കൂടുന്നതും കുറയുന്നതും. ഇപ്പൊ ഒരു വിന്റേജ് ആയിട്ടുള്ള ഒരു സ്കീമിന് അവരുടെ NAV കൂടുന്നതും കുറയുന്നതും ഒക്കെ മാർക്കറ്റിന്റെ മൊമെന്റോ അനുസരിച്ചും ഈ അവർ സെലക്ട് ചെയ്തിരിക്കുന്ന സ്റ്റോക്സിന്റെ പോസിറ്റീവ് ഓർ നെഗറ്റീവ് മൊമെന്റോ അനുസരിച്ചിട്ടാണ് അതിന്റെ ചേഞ്ച് ഉണ്ടാവുന്നത്. അതേ സെയിം സംഭവം തന്നെയാണ് ഈ പുതിയതായി ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന സ്കീമിനും ഉണ്ടാവുക. ഓൾറെഡി മാർക്കറ്റിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റോക്സ്, ആ സ്റ്റോക്സിന് കറന്റ്ലി ഉള്ള പ്രൈസ് എത്രയാണോ ആ പ്രൈസിൽ തന്നെയാണ് അവർ എൻ്റർ ചെയ്യുന്നത്. എൻ്റർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഈ സ്റ്റോക്ക് എങ്ങനെ മൂവ് ചെയ്യുന്നോ ആ മൂവ്മെന്റിന് അനുസരിച്ച് തന്നെയാണ് അവരുടെ NAV ചേഞ്ച് ചെയ്യാൻ പോകുന്നത്. ആ എത്ര പെർസെന്റേജ് ആണോ ആ സ്റ്റോക്ക് പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും ഒരു പെർട്ടിക്കുലർ സ്റ്റോക്കിന് എത്ര ചേഞ്ച് ഉണ്ടാവുന്നോ ആ ചേഞ്ച് ഈ രണ്ട് സ്കീമിനും ഒരുപോലെയാണ് ബാധിക്കുന്നത്.
ഒരു പർട്ടിക്കുലർ സ്റ്റോക്ക് 5% കയറി കഴിഞ്ഞാൽ ആ 5% ഉള്ള കയറ്റം അത് പഴയ സ്കീമിനും ബാധകമാണ്, പുതിയ സ്കീമിനും ഒരേപോലെ ബാധകമാണ്. പിന്നെ ഇതിനകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഉള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലോക്കേഷൻ സ്ട്രാറ്റജിയും, അതായത് സ്റ്റോക്ക് പിക്കിംഗ് സ്ട്രാറ്റജീസിലൊക്കെ ഉണ്ടാവുന്ന ചേഞ്ച് ആണ് ഉണ്ടാവുക. പക്ഷെ അതിലും ക്ലിയർ കട്ടായിട്ട് ആരുടെ സ്ട്രാറ്റജിയാണ് ബെറ്റർ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. ഈ ഒരു മിത്തിനെ കുറിച്ച് സംസാരിക്കണമെന്നും ഇതിനെക്കുറിച്ചുള്ള അവയർനെസ് സ്പ്രെഡ് ചെയ്യണമെന്നും എനിക്ക് തോന്നിയതിന്റെ ബേസിസിലാണ് ഞാൻ ഈ പറയുന്ന വീഡിയോ ചെയ്തത്. സോ ഐ ഗസ് നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലായി കാണും, NFOസിനെ ചുറ്റിപ്പറ്റിയുള്ള കാര്യങ്ങൾ മനസ്സിലായി കാണും. നമുക്ക് എന്താണ് ഒരു ഹ്യൂജ് രീതിയിലുള്ള ഇൻഫ്ലോസ് ഒരു പർട്ടിക്കുലർ കമ്പനിക്ക് NFOs എന്നുള്ള രീതിയിൽ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ഫണ്ട് മാർക്കറ്റിലോട്ടാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് മാർക്കറ്റിൽ ഉണ്ടാവുന്ന ഒരു മൈന്യൂട്ട് ചേഞ്ചസും നമ്മുടെ പോർട്ട്ഫോളിയോസിലും ഉണ്ടാവാം. ഈ ഒരു കാര്യം നിങ്ങൾ എല്ലാവരും മനസ്സിൽ വെച്ചിട്ട് വേണം ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ. സോ ഏതൊരു സ്കീം സെലക്ട് ചെയ്യുമ്പോഴും ആ സ്കീമിന്റെ പർപ്പസ് നമ്മൾ മനസ്സിലാക്കുക. അതിന്റെ NAV എന്ത് തന്നെ ആയിക്കോട്ടെ, നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് ഒബ്ജക്റ്റീവുമായിട്ട് ആ പെർട്ടിക്കുലർ സ്കീമിന്റെ ഒബ്ജക്റ്റീവ് അലൈൻഡ് ആണോ എന്നുള്ള കാര്യം മാത്രമാണ് ശ്രദ്ധിക്കേണ്ടത്. അല്ലാതെ പഴയ ഫണ്ടോ പുതിയ ഫണ്ടോ ഇതിൽ ഏത് കൊള്ളാം എന്നൊന്നും നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റില്ല. അത് ഡിപ്പെൻഡിങ് അപ്പോൺ ദ മാർക്കറ്റ് മൂവ്മെന്റ് അല്ലെങ്കിൽ ഡിപ്പെൻഡിങ് അപ്പോൺ ദി ഫണ്ട് മാനേജ്മെന്റ് കോൾ, ഇതിന്റെ പെർഫോമൻസസ് വേരി ചെയ്യാനുള്ള ചാൻസസ് വളരെ ഹൈ ആണ്. ഞാൻ കുറച്ചു മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് പ്രയോറിറ്റി ഹാസ് ടു ബി യുവർ എയിം. നമ്മളുടെ എയിം, നമ്മുടെ ഒബ്ജക്റ്റീവ് എന്താണെന്നുള്ളത് നമുക്ക് ക്ലിയർ കട്ടായിട്ട് നമുക്ക് മനസ്സിലായിരിക്കണം. നമ്മൾ ഒരു ഡിസ്ട്രിബ്യൂട്ടർ ത്രൂ ആണ് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഡിസ്ട്രിബ്യൂട്ടറിനും ഈ കാര്യം ക്ലിയർ ആയിരിക്കണം. നമ്മൾ ചൂസ് ചെയ്യുന്ന സ്കീംസും നമ്മളുടെ ഇൻട്രസ്റ്റിനോ നമ്മളുടെ റിക്വയർമെന്റിനെയോ അലൈൻ ചെയ്തിട്ടുള്ളതായിരിക്കണം എന്നുള്ളത് മാത്രമാണ് ഏറ്റവും മേജർ ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സ്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സിനോ ഷെയർ ചെയ്ത് കൊടുക്കുക. അവരും ഈ വീഡിയോസ് കാണാൻ നിങ്ങൾ റിക്വസ്റ്റ് ചെയ്യുക. ആൻഡ് കീപ് ലൈക്കിംഗ് മൈ വീഡിയോസ്, കീപ് സപ്പോർട്ടിങ് മൈ വീഡിയോസ്, ആൻഡ് പ്ലീസ് ഡു സബ്സ്ക്രൈബ്. And happy investing.